ട്രംപിൻ്റെ കൂടെ നിന്നവരും രണ്ടാമതും അധികാരത്തിൽ ഏറ്റാൻ വേണ്ടി സഹായിച്ചവരുമായ പല പ്രമുഖ വ്യക്തിത്വങ്ങളും രാജ്യങ്ങളും ഇപ്പോൾ ട്രംപിനെ വിമർശിക്കുകയും കൃത്യമായ വിമർശനത്തിലൂടെ ഒരകലം പാലിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങളല്ല, CNN എന്ന അന്താരാഷ്ട്ര മാധ്യമത്തിൻ്റെ ഒരു അവലോകന റിപ്പോർട്ട് അത്തരത്തിൽ പുറത്തു വരികയാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മൂന്ന്. ഒന്ന്, അമേരിക്കയിൽ തൻ്റെ തന്നെ ഭരണകൂടത്തിലുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും കൂടെ നിൽക്കുന്നവരും പാർട്ടിക്കാരും ട്രംപിനെതിരെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പല ആളുകളും രാജിവെച്ചു പോകുന്നു, പല ആളുകളും പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുന്നു. രണ്ടാമത്തേത്, ട്രംപിൻ്റെ ഉയിരും ഉശിരുമായി നിൽക്കുന്ന നാറ്റോ സഖ്യം, അതിലെ മിക്ക രാജ്യങ്ങളും ഇപ്പോൾ എതിരായി മാറുന്നു. ട്രംപ് പറയുന്നത് അനുസരിക്കാത്ത വിധം മാറിപ്പോയിരിക്കുന്നു. മൂന്നാമത്തേത്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽപ്പെട്ട പല രാജ്യങ്ങളും നാളിതുവരെ അമേരിക്കൻ പ്രസിഡന്റുമാർ പറയുന്നത് അപ്പാടെ കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്നാൽ ആ രാജ്യങ്ങളൊന്നും ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ അല്ല എന്ന കാര്യം വെളിവാകുകയാണെന്നും CNN അവലോകന റിപ്പോർട്ട് പറയുകയാണ്. ചില വ്യക്തികളെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് എടുത്തു പറയണം. ഒന്നാമത്തേത്, ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോനി. ഈ വനിതയ്ക്ക് ലോക സ്വീകാര്യത വളരെ കൂടുതലാണ്. 40 മില്യൺ റോമൻ കാത്തലിക്സ് ഉള്ള ഇറ്റലിയിൽ, പ്രത്യേകിച്ച് വത്തിക്കാനുമായി ഇത്രയും വലിയ സൗഹൃദം, ആഴത്തിലുള്ള ബന്ധം സൂക്ഷിക്കുന്ന ജോർജിയ മെലോനി എന്ന പ്രധാനമന്ത്രി, അവർ ഇപ്പോൾ ട്രംപിനെ ശക്തമായി വിമർശിക്കുകയാണ്. കാരണം ഒരു മാർപ്പാപ്പയ്ക്കെതിരെ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പരസ്യമായി ഇറ്റലിയുടെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. യുദ്ധത്തിൽ ഏതെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് പോലെയല്ല സാധാരണക്കാരെ കൊല്ലുമെന്ന് പറയുന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് ആക്രമണ നീക്കവുമായി ഒരാൾ നീങ്ങുന്നത്. അത് യുദ്ധകാര്യങ്ങളിലെ കുറ്റകൃത്യമാണ്. ഇത് പരസ്യമായി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകാവുന്ന ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ജനിച്ചു പോയതിൻ്റെ ശിക്ഷ എന്ന രൂപത്തിൽ കാണുന്നത് ദൈവത്തിനെതിരാണെന്ന അർത്ഥത്തിൽ പോപ്പ് പറഞ്ഞതിനെ, അങ്ങനെ ആരും പറയരുത് എന്ന് ഉപദേശിച്ചതിനെ ട്രംപ് തള്ളിക്കളഞ്ഞ സംഭവത്തെ മെലോനി ശക്തമായി വിമർശിക്കുന്നു. അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സഖ്യം വേണം, കപ്പൽ വേണം, വൈമാനിക കേന്ദ്രങ്ങൾ വേണം എന്നൊക്കെ ട്രംപ് സ്വാഭാവികമായി ആവശ്യപ്പെട്ടിരുന്നല്ലോ ബ്രിട്ടനോട്. എല്ലാ കാര്യങ്ങളിലും യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ രണ്ടുപേരും സുഹൃത്തുക്കളെപ്പോലെ, സഹോദരങ്ങളെപ്പോലെ, ഒരു കുടുംബത്തിലെ പോലെയാണല്ലോ നാളിതുവരെയുള്ള യുദ്ധങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ബ്രിട്ടൻ ശക്തമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ആക്രമണത്തിന് വേണ്ട കപ്പലുകൾ വിട്ടു നൽകാനോ എന്തിന് വിമാനങ്ങളുടെ സജ്ജീകരണം ഒരുക്കാനോ തയ്യാറല്ല എന്ന് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഒരു വിഷയം, നൈതികതയുടെ വിഷയം. രണ്ടാമത്തെ കാര്യം സാമ്പത്തികമാണ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ബ്രിട്ടീഷ് ജനത അനുഭവിക്കുന്ന ദുരന്തം അമേരിക്കൻ ജനത വിലക്കയറ്റത്തിൻ്റെ പേരിൽ അനുഭവിക്കുന്നത് പോലെ തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദി ഈ യുദ്ധമാണ്, യുദ്ധത്തിൻ്റെ ഉത്തരവാദി അമേരിക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബ്രിട്ടൻ ഒരു ശക്തമായ ഭാഷ മുന്നോട്ട് വെച്ച് വിമർശന ബുദ്ധിയ മുന്നോട്ട് നിൽക്കുമ്പോൾ, ഇങ്ങനെ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ കൂടി കൊഴിഞ്ഞു പോയിരിക്കുന്നു ട്രംപിന് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല 2025 1.3% ഗ്രോത്ത് കാണിച്ച ബ്രിട്ടൻ്റെ സാമ്പത്തിക ഘടന ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ പുതിയ കണക്ക് പറഞ്ഞിരിക്കുന്ന IMF പറഞ്ഞിരിക്കുന്നത് 2026 മിക്കവാറും 0.8% മാത്രമേ കാണുകയുള്ളൂ എന്ന്. ആ പേടി ബ്രിട്ടനുണ്ട്. സനായി തക്കാച്ചിയെ അറിയില്ലേ? ഈ അടുത്ത കാലത്ത് ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വന്ന ആളാണ്. ജപ്പാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് എന്ത് കാര്യത്തിലും അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യശക്തിയായി തുടരുകയാണ്. ലോകമഹായുദ്ധത്തിൻ്റെ ഘട്ടങ്ങളൊക്കെ മറക്കുക. ഇപ്പോൾ ഈ സൗഹൃദത്തിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ജാപ്പനീസ് പ്രധാനമന്ത്രിക്കും സംസാരിക്കേണ്ടി വരികയാണ്. അതൊക്കെ പോട്ടെ, കൂടെ ചേർന്ന് കിടക്കുന്ന കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി, അമേരിക്കയുടെ ഓരം ചേർന്ന് കിടക്കുന്ന കാനഡ, അതിൻ്റെ പ്രധാനമന്ത്രി മാർക്ക് കാർണി, അദ്ദേഹം ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി പദത്തിലെത്തിയതാണ്. ട്രംപ് വിരോധ ക്യാമ്പിലെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുകയാണ്. രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഒരു ബാങ്കറായിരുന്നു. നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ജനങ്ങൾ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, പരമ്പരാഗതമായി ടാക്സിൻ്റെ താരിഫ് വിഷയമൊക്കെ ഉണ്ടെങ്കിലും എന്ത് സാഹചര്യത്തിലും പരസ്പര സഹകരണം ഉറപ്പാക്കിക്കൊണ്ടുപോകാൻ നോക്കിയിട്ടും ഈ യുദ്ധം ലോകത്തിന് മുന്നിൽ കെട്ടിയേൽപ്പിച്ചതാണ്. അതിൻ്റെ ദുരന്തം കനേഡിയൻ ജനതയും അനുഭവിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ജനപ്രീതി ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രസിഡന്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് തുറന്നു പറയേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ്. ട്രംപ് ഇടയ്ക്ക് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞതാണ്. ആ സ്ത്രീ ഒരു നല്ല സ്ത്രീ എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന അർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് വരെ
ആക്രമിക്കാൻ ട്രംപ് തയ്യാറായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷത്തിൽ ലോകം മുഴുവനും അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോഴത്തേത് എങ്ങനെ, കഴിഞ്ഞ പ്രാവശ്യത്തേത് എങ്ങനെ, താരതമ്യ പഠനം എങ്ങനെ എന്നൊക്കെയുള്ള സർവേ നടക്കുമ്പോൾ രണ്ടേ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് കഴിഞ്ഞ ജോ ബൈഡനേക്കാൾ ഒരല്പമെങ്കിലും മുന്നിട്ട് നിൽക്കുന്ന വിധത്തിൽ ട്രംപിനെ കുറിച്ച് അഭിപ്രായം വന്നത്. ബാക്കിയുള്ള 200-ലധികം രാജ്യങ്ങളിലും ഏരിയകളിലും ട്രംപിന് സർവേയിൽ താഴ്ന്ന ഗ്രാഫാണെന്ന് മനസ്സിലാക്കണം. ആ രണ്ടേ രണ്ട് രാജ്യങ്ങൾ ആരൊക്കെ? ഇസ്രയേലും നൈജീരിയയും. അതിൽ നൈജീരിയയിൽ തന്നെ വീണ്ടും വീണ്ടും നടക്കുന്ന സർവേയിൽ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അല്ല എന്ന രൂപത്തിലും സൂചനകൾ വരികയാണ്. പക്ഷേ ഇസ്രയേൽ കൂടെയുണ്ട് എന്നുള്ളതും സൂചനയായി വരികയാണ്. അപ്പോൾ ഒരു യുദ്ധം കൊണ്ട് ഇറാനുമേൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇസ്രയേൽ അമേരിക്ക യുദ്ധം, അതുകൊണ്ട് ലോകത്ത് പുതിയ ഭൂപടങ്ങൾ ഉണ്ടാവുന്ന വിധത്തിൽ വലിയ മാറ്റങ്ങൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, പുതിയ സഖ്യങ്ങൾ, ഉള്ള സഖ്യങ്ങളിലെ വിള്ളലുകൾ, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം.